ഇന്നത്തെ വീഡിയോയിൽ ചാന്ദ്രദിന ക്വിസിന് ഉപകാരപ്പെടുന്ന ചോദ്യോത്തരങ്ങളാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, ചന്ദ്രനെ കുറിച്ചുള്ള പഠനം സെലനോളജി. ചന്ദ്രനെ കുറിച്ചുള്ള പഠനം സെലനോളജി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ ആള് നീൽ ആംസ്ട്രോങ്. നീൽ ആംസ്ട്രോങ് ആണ് ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത്. നീലഗ്രഹം എന്നറിയപ്പെടുന്നത് ഭൂമി. നീലഗ്രഹം എന്നറിയപ്പെടുന്ന ഒരു ഗ്രഹമാണ് ഭൂമി. വലിപ്പത്തിന്റെ രണ്ടാമത്തെ ഗ്രഹം ശനി. ഏറ്റവും വലിയ രണ്ടാമത്തെ ഗ്രഹമാണ് ശനി. വലയമുള്ള ഗ്രഹം ശനി തന്നെയാണ്. ശനി എന്ന ഗ്രഹത്തിന് ചുറ്റുമാണ് വലയങ്ങൾ കാണപ്പെടുന്നത്. സൗരയൂഥത്തിന്റെ സുന്ദര ഗ്രഹം എന്നറിയപ്പെടുന്നത് ശനി. ശനിയാണ് സുന്ദരഗ്രഹം എന്നറിയപ്പെടുന്നത്. കുള്ളം ഗ്രഹം എന്നറിയപ്പെടുന്നത് പ്ലൂട്ടോ. പ്രാചീന റോമക്കാർ ചന്ദ്രന് നൽകിയ പേര് എന്താണ്? ലൂന. ലൂന എന്നാണ് പ്രാചീന റോമക്കാർ ചന്ദ്രന് നൽകിയ പേര്. ഭാരതത്തിന്റെ പ്രഥമ ചന്ദ്രദൗത്യം ചന്ദ്രയാൻ 1. ചന്ദ്രയാൻ 1 ഭാരതത്തിന്റെ പ്രഥമ ചന്ദ്രദൗത്യം. ഇന്ത്യയിൽ നിന്നും ആദ്യമായി വിക്ഷേപിച്ച ഉപഗ്രഹം ആര്യഭട്ട. ആര്യഭട്ടയാണ് ഇന്ത്യയിൽ നിന്നും ആദ്യമായിട്ട് വിക്ഷേപിച്ച ഉപഗ്രഹം. ഇന്ത്യയുടെ രണ്ടാമത്തെ ഉപഗ്രഹം ഭാസ്കര. ശനിയുടെ ഉപഗ്രഹങ്ങളിൽ ഏറ്റവും വലുത് ഏതാണ്? ടൈറ്റൻ. ടൈറ്റൻ ആണ് ശനിയുടെ ഉപഗ്രഹങ്ങളിൽ ഏറ്റവും വലിയത്. ചന്ദ്രനിൽ കാണപ്പെടുന്ന മൂലകം ടൈറ്റാനിയം. ടൈറ്റാനിയം എന്ന മൂലകമാണ് ചന്ദ്രനിൽ കാണപ്പെടുന്നത്. കേരളത്തിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പ. തുമ്പയിൽ നിന്നാണ് ഇവിടെ കേരളത്തിലെ റോക്കറ്റ് വിക്ഷേപണം നടത്തുന്നത്. ഏത് വാഹനത്തിലാണ് നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ ഇറങ്ങിയത്? അപ്പോളോ 11. അപ്പോളോ 11 നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ ഇറങ്ങിയത്. മനുഷ്യനില്ലാതെ ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യത്തെ ബഹിരാകാശ വാഹനം. മനുഷ്യനില്ലാതെ ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യത്തെ ബഹിരാകാശ വാഹനമാണ് ലൂണ 9. ലാറ്റിൻ ഭാഷയിൽ ചന്ദ്രന്റെ പേര് എന്താണ്? ലൂണ. ലൂണ എന്നാണ് ലാറ്റിൻ ഭാഷയിൽ ചന്ദ്രന്റെ പേര്. ചന്ദ്രനിലെ അന്തരീക്ഷത്തിന്റെ നിറം എന്താണ്? കറുപ്പ് നിറമാണ് ചന്ദ്രനിലെ അന്തരീക്ഷത്തിന്. അടുത്ത ചോദ്യം നോക്കാം. ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? ചാൾസ് ഡ്യൂക്ക്. ചാൾസ് ഡ്യൂക്ക് ആണ് ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി. ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി അലൻ ഷെപ്പേർഡ്. അലൻ ഷെപ്പേർഡാണ് ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി. ഏത് റോക്കറ്റ് ഉപയോഗിച്ചാണ് ചന്ദ്രയാൻ വിക്ഷേപിച്ചത്? PSLV-11. PSLV-11 എന്ന റോക്കറ്റ് ഉപയോഗിച്ചാണ് ചന്ദ്രയാൻ വിക്ഷേപിച്ചത്. ചാന്ദ്രദൗത്യത്തിന് നേതൃത്വം വഹിച്ചത് ഡോക്ടർ ജി മാധവൻ നായർ. ഡോക്ടർ ജി മാധവൻ നായരാണ് ചാന്ദ്രദൗത്യത്തിന് നേതൃത്വം വഹിച്ചത്. വിദ്യാഭ്യാസ മേഖലയെ ലക്ഷ്യമാക്കി ഇന്ത്യ വിക്ഷേപിച്ച GSAT-3 ഉപഗ്രഹം അറിയപ്പെടുന്നത് ഏത് പേരിൽ? EDUSAT എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ISROയുടെ പൂർണ്ണ രൂപം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. ISROയുടെ പൂർണ്ണ രൂപം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. ചന്ദ്രനിൽ വെള്ളമുണ്ടെന്ന് ചന്ദ്രയാൻ കണ്ടെത്തിയ വർഷം 2009. 2009 ചന്ദ്രനിൽ വെള്ളമുണ്ടെന്ന് ചന്ദ്രയാൻ കണ്ടെത്തിയത്. ചന്ദ്രയാൻ വിക്ഷേപിച്ച വർഷം 2008 ഒക്ടോബർ 22. ചന്ദ്രയാൻ എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തി അടൽ ബിഹാരി. അടൽ ബിഹാരി വാജ്പേയി ആണ് ചന്ദ്രയാൻ എന്ന പേര് നിർദ്ദേശിച്ചത്. ചന്ദ്രനിൽ ഇറങ്ങിയ രണ്ടാമത്തെ മനുഷ്യൻ എഡ്വിൻ ആൻഡ്രിൻ. എഡ്വിൻ ആൻഡ്രിൻ ആണ് രണ്ടാമതായി ചന്ദ്രനിൽ ഇറങ്ങിയത്. ആദ്യ ബഹിരാകാശ വാഹനമായ സ്പുട്നിക് റഷ്യയുടേതാണ്. എന്നാൽ അമേരിക്കയുടെ ആദ്യ ബഹിരാകാശ വാഹനം എക്സ്പ്ലോറർ.